നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തിരക്കിട്ട ചർച്ചകളിലേക്ക് UDF കടക്കുകയാണ്. കോൺഗ്രസ് ഉൾപ്പെടെ പല സീറ്റുകളിലും സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുന്നു. തൃത്താലയിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളത് ഇപ്പോൾ ഏതായാലും പാലക്കാട് മുഴുവൻ ഉറ്റുനോക്കുന്ന സംഭവമാണ്. ഇപ്പോൾ തൃത്താലയിൽ അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന CV ബാലചന്ദ്രൻ, മുൻ DCC പ്രസിഡന്റ് എല്ലാമാണ് അദ്ദേഹം. എന്തായിരിക്കും തൃത്താലയിൽ ഇത്തവണത്തെ ഒരു ജനവിധി എന്ന് പറയുന്നത്? എങ്ങനെ പ്രതീക്ഷിക്കുന്നു? തൃത്താല ഇപ്രാവശ്യം UDF വമ്പിച്ച ഭൂരിപക്ഷത്തിൽ തിരിച്ചുപിടിക്കും. ഇക്കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പരിശോധിച്ചാൽ നമുക്കത് കാണാൻ കഴിയുന്നതാണ്. തൃത്താലയിൽ ആര് സ്ഥാനാർത്ഥിയാവുമെന്നൊരു ചോദ്യമുണ്ട്. തൃത്താലയിൽ ഹൈക്കമാൻഡ് ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കും. ആ സ്ഥാനാർത്ഥി തന്നെയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി, UDFൻ്റെ സ്ഥാനാർത്ഥി. VT ബൽറാമിൻ്റെ പേരാണല്ലോ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത്. ആരുടെ പേരായാലും തൃത്താലയിലെ ജനങ്ങൾ അത് പ്രത്യേകിച്ച് UDF അത് സ്വാഗതം ചെയ്യും. ജയിപ്പിക്കാൻ അതിന് മുമ്പിലുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ നിന്നൊരു ആവശ്യമായിട്ട് ചില വാർത്തകൾ പുറത്തു വരുന്നത് VT ബൽറാമിനെ മാറ്റണം, പകരം MP രാജേഷിനെ നേരിടാൻ OK ഫാറൂഖിനെ പോലെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു യുവമുഖത്തെ അവിടെ പരീക്ഷിക്കണമെന്നൊരു ആവശ്യം ഉയരുന്നു. ഇതെല്ലാം പുറത്ത് നടക്കുന്ന ചർച്ചകളാണ്. ഹൈക്കമാൻഡ് ഉചിതമായ സമയത്ത് തൃത്താലയിൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ നിർത്തും. ആ സ്ഥാനാർത്ഥി അവിടെ ജയിച്ചിരിക്കും. കഴിഞ്ഞ തവണ എന്താണ് ശരിക്കും തൃത്താലയിൽ സംഭവിച്ചത്? കഴിഞ്ഞ പ്രാവശ്യം BJP ഏതാണ്ട് 3000-ൽ താഴെ വോട്ടുകൾ മറിച്ച് VT ബൽറാമിനെ പരാജയപ്പെടുത്താൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു എന്നത് BJP നേതാക്കന്മാരും സമ്മതിച്ചാണ്, മാർക്സിസ്റ്റ് പാർട്ടിയും സ്വകാര്യത്തെ സംബന്ധിച്ച കാര്യമാണ്. അവിടുത്തെ MLA പ്രവർത്തനത്തിലെ പിഴവുകളാണ് കഴിഞ്ഞ തവണ തോൽവിക്ക് വഴിവെച്ചതെന്നൊരു വർത്തമാനം, അല്ലെങ്കിൽ അത്തരം സംസാരം കോൺഗ്രസിനകത്തുനിന്ന് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതൊന്നും അല്ല അതിൻ്റെ കാര്യം. അതിൻ്റെ കാര്യം മാർക്സിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായി VT ബൽറാമൻ നടത്തിയൊരു സ്റ്റേറ്റ്മെൻറ്റ്, അതാണ് തങ്ങൾക്ക് അനുകൂലമായി തങ്ങൾക്ക് രാഷ്ട്രീയ ആയുധമായി വിനിയോഗിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വിജയിപ്പിക്കാൻ വേണ്ടി BJP അന്തർധാരയുണ്ടാക്കി. ഏതാണ്ട് അതെല്ലാം പരസ്യമായി പുറത്തു വന്ന കാര്യമാണ്. 3000-ൽ താഴെ വോട്ടുകൾ മറച്ച് BJPയുടെ വോട്ടുകൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് നൽകിയതിൻ്റെ ഫലമായിട്ടാണ് VT ബൽറാം അന്ന് പരാജയപ്പെട്ടത്. ഇപ്പോഴും VT ബൽറാം തൃത്താലയിൽ മത്സരിക്കുകയാണെങ്കിൽ ഒരു വിജയ സാധ്യതയുണ്ട്. തീർച്ചയായും ആര് മത്സരിച്ചാലും ജയിക്കും. VT ബൽറാം മത്സരിച്ചാലും വിജയിക്കും. ഈ യുവമുഖങ്ങളെ പരീക്ഷിക്കണമെന്നൊരു ആവശ്യം അവിടുന്ന് വരുന്നുണ്ട്. അത് അങ്ങനെ അങ്ങയുടെ മുമ്പിലേക്ക് വരികയാണെങ്കിൽ അതിനൊരു അനുകൂലമായിട്ടുള്ളൊരു യുവ ചെറുപ്പക്കാരായ സ്ഥാനാർത്ഥികളായാലും ശരി, ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന നിർദ്ദേശിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയും അവിടെ വിജയസാധ്യതയുണ്ട്. ആരെന്നാലും ജയിക്കും. പക്ഷേ മന്ത്രി MP രാജേഷിനെതിരായിട്ടായിരിക്കും പോരാ. മന്ത്രി MP രാജേഷിനൊക്കെ തെരഞ്ഞെടുപ്പ് വിധി നമ്മൾ കാണാൻ പോകുന്ന പൂരാണ്. ഒക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അറിയാം MP രാജേഷും പിന്നെ അനുകൂലമാണോ, ഐക്യജനാധിപത്യം അനുകൂലമാണോ തൃത്താല ജനങ്ങൾ എന്നത് തെരഞ്ഞെടുപ്പിൻ്റെ വിധി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ബഹുഭൂരിപക്ഷവും വികസനങ്ങളും പൂർത്തീകരിച്ചു എന്നുള്ളതാണ് ഒരു വിശ്വാസത്തിലാണ് LDF ക്യാമ്പ്. അതൊക്കെ അവരുടെ വിശ്വാസമല്ലേ, അവരുടെ അഭിപ്രായമല്ലേ. ജനങ്ങൾക്ക് അഭിപ്രായമില്ല. ഈ പട്ടാമ്പിയിലെ സീറ്റ് അത് ലീഗ് ആവശ്യപ്പെടുന്നുണ്ട്. അതിനോട് എന്താണ് ഒരു ഇതെല്ലാം പുറത്ത് നടക്കുന്ന ചർച്ചകളാണ്, ബാഹ്യമായ ചർച്ചകളാണ്. ഇതൊന്നും ആഴത്തിൽ നടത്തുന്ന ചർച്ചകളല്ല. അതൊക്കെ ഇനി കോൺഗ്രസിന് വിജയിക്കാൻ കഴിയും. തീർച്ചയായും പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ പോകുന്ന ഒരു മണ്ഡലം പിന്നെ പട്ടാമ്പിയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിച്ചാൽ വിജയിക്കും. എല്ലാ സ്ഥാനാർത്ഥി മത്സരിച്ചാലും ജയിക്കും. UDF നിർത്തുന്ന ഏത് സ്ഥാനാർത്ഥിയായാലും പട്ടാമ്പി ജയിക്കും. മുൻ DCC പ്രസിഡന്റാണ്. ഇത്തവണ പാലക്കാട് എത്ര സീറ്റ് ലഭിക്കും എന്നൊരു കണക്കുണ്ടാവുമല്ലോ, ഒരു ചിന്ത ഉണ്ടാവുമല്ലോ. അത് എത്ര സീറ്റ് എന്നുള്ളതാണ് CV ബാലചന്ദ്രൻ്റെ. എൻ്റെ കണക്ക് പ്രകാരം 6 മുതൽ 7 വരെ സീറ്റ് ഇവിടെ കിട്ടും. നേരത്തെ പാലക്കാടും മണ്ണാർക്കാടും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി അധികമായി കിട്ടാൻ പോകുന്ന സീറ്റിൻ്റെ കണക്ക് നോക്കിയാണ്. അത് ഏതൊക്കെയാണ്? അതൊന്നും കൃത്യമായി പറയേണ്ട കാര്യമില്ല. അതൊക്കെ ഇക്കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ജനവിധിയിൽ നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജനറൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ ചിത്രം മാറും. അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ പല സീറ്റുകളും UDFന് അനുകൂലമാകാൻ പോകുകയാണ്. ഈ പാലക്കാട് മണ്ഡലം എന്താവും? A ക്ലാസ് മണ്ഡലമാണ്, പുറത്തുനിന്ന് സ്ഥാനാർത്ഥി വരുന്നൊക്കെ. ഏത് സ്ഥാനാർത്ഥി ഹൈക്കമാൻഡ് നിശ്ചയിച്ചാലും, കോൺഗ്രസ് ഹൈക്കമാൻഡ് നിശ്ചയിച്ചാലും ആ സ്ഥാനാർത്ഥി പാലക്കാട് ജയിച്ചിരിക്കും. വീഡിയോ ജേർണലിസ്റ്റ് വിനോസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിൻ, റിപ്പോർട്ടർ പാലക്കാട്.